ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയെ കയ്യിലെടുക്കാൻ വേണ്ടി ശിവാനി തന്റെ നാടകം തുടരാണ് കേട്ടോ. ശിവാനി ഒന്നും അറിയാത്തതുപോലെ വസുന്ധരയുടെ മുന്നിലോട്ട് ചെന്നിട്ട്, വസുന്ധര ആന്റി, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ആന്റി മകനെ പോലെ കണ്ടിരുന്ന ആ മകൻ ഇന്ന് വസുന്ധര ആന്റിയുടെ കൂടെയില്ലെന്ന് ആലോചിക്കുമ്പോൾ ഊണും ഉറക്കവുമില്ലാതെ ആന്റി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു ആന്റി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ആ നല്ല നല്ല വാക്കുകൾ കൊണ്ട് ആന്റിയെ പഴയതുപോലെ ആ കുബുദ്ധി ഉപയോഗിച്ച് അങ്ങ് കീഴടക്കാമെന്നാണ് ഇവിടെ ശിവാനി കരുതിയിരിക്കുന്നു കേട്ടോ. ഇതേ സമയം ശിവാനി പ്രതീക്ഷിക്കാത്ത ആ മറുപടിയാണ് വസുന്ധരയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ഇതിനൊക്കെ പിറകിൽ നീയാണോ കളിച്ചത് എന്നൊരു സംശയം എന്നിലുണ്ട്. എന്താ ആന്റി ഇങ്ങനെ അറം പറ്റുന്ന വാക്കുകളൊക്കെ പറയുന്നത്? ആന്റിയോട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ചതി ചെയ്യോ? അത് ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ ഈ വീട്ടിലോട്ട് കൈപിടിച്ച് കയറ്റിയത്. എന്നിട്ട് നീ ഇപ്പോ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് നീ എന്നെയാണ് ഇതിനിടയിൽ കളിച്ചതെന്ന്. ആ ഗുണ്ടയുടെ അടുത്തോട്ട് നീയല്ല എന്നോട് പോവാൻ പറഞ്ഞതോ അവിടെ എന്നെ കൊണ്ടെത്തിച്ചതാണോ എന്നോട് എന്റെ മനസ്സിലൊരു തോന്നൽ എന്ന് പറയാൻ കേട്ടോ ആന്റി. എന്നാലും ആന്റി ഇങ്ങനെയൊന്നും എന്നെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. ഇത്രയും നാളും ഞാൻ ഈ വീട്ടിൽ നിന്നത് ആന്റിക്ക് വേണ്ടിയിട്ടല്ലേ? ഇത്രയും നാളും ഓരോരോ കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നത് ആന്റിക്ക് വേണ്ടിയിട്ടല്ലേ? എന്നിട്ട് ആന്റി എന്നെ തള്ളി പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല ആന്റി. എന്താ ആന്റി എന്റെ മനസ്സറിയാത്ത എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. നീ കളിച്ച കളി തന്നെയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് എന്റെ മകനില്ലാത്ത വീട്ടിൽ നീയും വേണ്ട എന്ന തീരുമാനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിന് നിനക്കൊരു മറുപടി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ മകനില്ലാത്ത വീട്ടിൽ, എൻ്റെ മകൻ ഈ വീട്ടിൽ ഇത്ര ദിവസത്തിനുള്ളിൽ കയറിയില്ല എങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും എന്ന് ശിവാനിയോട് പറയാണ് കേട്ടോ. അങ്ങനെ ശിവാനി ആകെ പെട്ടിരിക്കുകയാണ്. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ആ ഒരു പ്രതിസന്ധിയിലായിരിക്കാണ്. ഇവരുടെ അടുത്ത് ഇങ്ങനെ നാടകം നടത്താമെന്ന് ചെന്നപ്പോൾ വായിലിട്ട് കുത്തിയതുപോലെ ആയല്ലോ, ചോദിച്ചു വാങ്ങിയതുപോലെ ആയല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അവനെ ഇവിടെ നിന്ന് ഇറക്കാൻ ഒരുപാട് നാടകം കളിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന ആ പ്രതിസന്ധിയിൽ ശിവാനി ആവണം കേട്ടോ. പിന്നീട് വസുന്ധര തൻ്റെ മകനെ കുറിച്ച് ആലോചിക്കുകയാണ്. തൻ്റെ മകൻ എൻ്റെ മനസ്സിൻ്റെ വേദന എന്തെന്ന് അറിയുന്നില്ല, എൻ്റെ മനസ്സിൻ്റെ സ്നേഹം എന്തെന്ന് അവൻ തിരിച്ചറിയുന്നില്ലല്ലേ ഈശ്വര, അവൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് വസുന്ധര ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം നിധി ഈ പറയുന്നത് പോലെ തന്നെ ജോലിക്ക് കയറുകയാണ്. അങ്ങനെ ജോലിക്ക് കയറുമ്പോൾ അവിടുത്തെ ആ ആയ പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ ടീച്ചറായി ജോലി എടുത്തിരുന്ന കുട്ടിയല്ലേ, നീ ഇങ്ങനെ ആയായി ഇനി ജോലി എടുക്കുമ്പോൾ തീർച്ചയായും പലവരിൽ നിന്നും പല ചോദ്യങ്ങളും ഉന്നയിക്കും. അതുകൊണ്ട് തന്നെ മോളെ പണിക്ക് നിൽക്കണ്ട. അത് കേട്ട ഉടൻ തന്നെ നിധി പറയുന്നുണ്ട്, പലവരും പല ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷേ എനിക്ക് എൻ്റെ കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി എടുക്കണ്ടേ? പലവരിൽ നിന്നും ഒളിച്ചോടിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് എവിടെയും എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരുടെയും ഞാൻ നോക്കുന്നില്ല. എൻ്റെ വയറ്റിപ്പിഴപ്പ്, എൻ്റെ ഗൗതമിനെ സംരക്ഷിക്കണം. അതുകൊണ്ട് എനിക്ക് ജോലി എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയണേട്ടോ. പിന്നീടാണെങ്കിലോ മോളുടെ ഇഷ്ടം പോലെ എന്താ ചായ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം പാറു പ്രണവിൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. പ്രണവ്, എന്തായി? എൻ്റെ മകനെ കണ്ടെത്തിയോ? ഇല്ല അമ്മേ, ഞാൻ ഇറങ്ങുന്നു. എന്തായാലും ഏട്ടനില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏട്ടനെ ഞാൻ കണ്ടെത്തും. അത് പറയുമ്പോൾ ശിവാനി ഒക്കത്തിനും ഏട്ടൻ ഏട്ടൻ ഏട്ടൻ, ഇതെന്തൊരു മാരണമായിരുന്നു, ഇതെന്തൊരു തലവേദനയാണ്. എത്രയൊക്കെയോ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറക്കിയത്. എല്ലാവരും ഏട്ടനി പിറകെ എന്നുള്ള ആ ചിന്ത മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ ശിവാനി പറയാണ്. അപ്പോൾ ഉടൻ തന്നെ പാറു പറയണേ, ഞാൻ എൻ്റെ മോനെ തിരക്കി ഇറങ്ങുകയാണ്. ഞാനും എൻ്റെ കുഞ്ഞിനെ തിരക്കി ഇറങ്ങട്ടെ. എൻ്റെ കുഞ്ഞ് ഇപ്പോൾ എവിടെയാണാവോ, എന്താണാവോ, ഉറങ്ങിയോ ഉണ്ടോ ഒന്നും അറിയില്ല. അവനാണെങ്കിൽ ഇവിടെ ഒരു രൂപ പോലും എടുക്കാതെയാണ് പോയത്. അത് കേൾക്കുന്ന ശിവാനി, ഈശ്വര, ഇനി ആ സത്യം കൂടി ഇവർ വെളിയിൽ പറയുമോ എന്ന പേടി ശിവാനിയിൽ ഉണ്ട് കേട്ടോ. അങ്ങനെ പാറു അവിടെ നിന്ന് ഇറങ്ങാണ്. ഇതേ സമയം ഗൗതമാണെങ്കിലോ ആ ഒരു പ്രതാപൻ സാറിനെ ചെന്ന് കണ്ട് തനിക്ക് ഒപ്പിടാന്നൊക്കെ അയാൾ സമ്മതിച്ച ആ സന്തോഷത്തിൽ ആ ഡീറ്റെയിൽ ഒക്കെ വാങ്ങി ഗൗതം ഇങ്ങനെ നടുറോഡിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. ആ സമയമാണ് പാറു തൻ്റെ മകനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാറിൽ ഇങ്ങനെ പോകുന്നതായിട്ടോ. തൻ്റെ മകനെ ഒന്ന് കാണിച്ചു തരണേ ഈശ്വര, അവനില്ലാതെ എനിക്ക് കഴിയില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്തണേ ഈശ്വര, അതിനെന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിലൊന്ന് തുറന്നുകൊണ്ട എന്നൊക്കെയുള്ള പ്രാർത്ഥനയുമായി ഇങ്ങനെ പോകുമ്പോൾ ഗൗതം മുന്നിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാറു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കാണ്. വണ്ടിയുടെ 4 സൈഡും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൻ്റെ മകനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി താൻ നോക്കുമ്പോൾ തൻ്റെ മുന്നിലൂടെ ഇങ്ങനെ
ഇങ്ങനെ തൻ്റെ മകൻ കടന്നു പോകുന്നു. പെട്ടെന്ന് ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് കുറേ പേപ്പേഴ്സുകൾ വീഴുന്നുണ്ട് കേട്ടോ. ആ പേപ്പറുകൾ ഇങ്ങനെ ഗൗതം പൊറുക്കിയെടുക്കുന്ന ആ ഒരു സമയത്താണ് പാറു ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ പാറു ഉടൻ തന്നെ ഒന്ന് വണ്ടി നിർത്തോ എന്ന് പറഞ്ഞിട്ട് പാറു ഇങ്ങനെ അയാളോട് പറയുന്നുണ്ട്. ആ സമയം പാറു വണ്ടി നിർത്തിയ ഉടൻ തന്നെ തൻ്റെ മകൻ്റെ അടുത്തോട്ട് ഗൗതം എന്ന് പറഞ്ഞ് ഓടി വരികയാണ് കേട്ടോ. ഇതേ സമയം നിധി ആണെങ്കിലും തൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നിധി അവിടെ നിന്നും പോരുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നിധി ഇങ്ങനെ പോരുമ്പോൾ ഇപ്പുറത്ത് മിഥുൻ നിന്ന് സംസാരിക്കുന്നുണ്ടാവും കേട്ടോ. അത് തൻ്റെ വീടിന് തൊട്ടരികയാണ്. അപ്പോൾ ആ വീടിന് തൊട്ടരികയുള്ള ചേച്ചിയോട് ഓരോരോ കാര്യങ്ങൾ നിധി ചോദിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ്, കറണ്ട് പോകുന്നുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇത് നല്ല ഏരിയ ആണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, എല്ലാവരും വീട്ടിലോട്ട് തന്നെ എത്തും. പക്ഷേ മിഥുൻ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുട്ടി അയാളോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കുക. അയാളും ഇവിടെ താമസിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അയാളിലോട്ട് അങ്ങ് പോകുന്ന സമയത്താണ് കേട്ടോ വീടിൻ്റെ ഓണർ നിധിയെ അങ്ങ് വിളിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മിഥുൻ ഈ ഫോണുമായി സംസാരിച്ച് നിധി താമസിക്കുന്ന തൊട്ടടുത്ത്, അതായത് മിഥുനും ഒരു ചുവരിൻ്റെ വ്യത്യാസത്തിലാണ് താമസിക്കുന്നുണ്ടാവുക. അങ്ങനെ അങ്ങ് കടന്നു പോകുന്നു. പിന്നീട് ഈ വീടിൻ്റെ ഓണർ വിളിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് നിധി പോവുകയും ചെയ്യാണ്. അതുകൊണ്ട് മിഥുനെ കാണാൻ നിധിക്ക് പറ്റാതെ പോവാണ്. മിഥുനാണെങ്കിലും നിധിയെയും കാണാതെ പറ്റാതെ പോവാണ് കേട്ടോ. അപ്പം എന്തായാലും കാണുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാവേ. അങ്ങനെ നിധിയോട് ചോദിക്കാൻ, നീ എന്താ തിരക്കുന്നത്, അല്ല ഈ ഏരിയ അതൊക്കെ എന്നോട് ചോദിച്ചാൽ പോരെ, ഞാനല്ലേ വാടക കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞു തരില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ശിവാനി പിന്നീട് പാറുവിനെ തന്നെയാണ് കാണിക്കുന്നത്. പാറു തൻ്റെ മകൻ്റെ അടുത്തോട്ട് ഓടി വന്നു നോക്കുമ്പോഴേക്കും ഗൗതമിനെ അവിടെ കാണില്ല കേട്ടോ. അപ്പം എൻ്റെ പൊന്നു മോനെ അവനെ എവിടെ പോയി, എൻ്റെ മോനെ കാണുന്നില്ലല്ലോ, അവൻ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെയാണ് ചിന്തിക്കുന്നുണ്ട്. ആ സമയം ഗൗതം ഒരു ഓട്ടോ പിടിച്ച് കയറിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഗൗതമിനെ കാണാൻ പാറുവിന് കഴിയില്ല. ഇതേ സമയം ശിവാനി ആണെങ്കിലോ CKCയെ കാണാൻ പോകുന്നുണ്ട്. ഇനി താൻ എന്ത് എന്നുള്ള ആ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വസുന്ധര പോലും തന്നെ കൈയൊഴിഞ്ഞു. വസുന്ധര കൈയൊഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ തനിക്ക് നിലനിൽപ്പില്ല. അതങ്ങനെയാണല്ലോ, അതാണല്ലോ ഇപ്പൊ നിധിയെ പഠിപ്പിച്ച ഒരു പാഠം. അതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്യുമെന്ന് ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം CKC പറയണേ, എന്തായാലും നീ ഇതുവരെ കളിച്ചതുപോലെ തരത്തിനനുസരിച്ച് കളിച്ചല്ലോ, അതുപോലെ തന്നെ ഇനിയും തുടരണം. വസുന്ധരയോട് നീ ഇങ്ങനെ അപേക്ഷിച്ചും കെഞ്ചിയും ഒക്കെ നീ അഭിനയിക്കണം. എന്നിട്ട് ഗൗതമിനെ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു ഇതോടുകൂടി പോവണം. ഗൗതമാണെങ്കിൽ നിധിയില്ലാതെ വീട്ടിലോട്ട് കയറി വരില്ല, അത് ഉറപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നീ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയകൾ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വസുന്ധര തൻ്റെ മകനില്ലാതെ വീട്ടിൽ നിൽക്കില്ല എന്ന തീരുമാനം തന്നെയായിരിക്കും. ശിവാനിയുടെ പ്ലാനുകളെല്ലാം തകർന്നു വീഴും. ഗൗതം തിരികെ വരും. പിന്നീട് ഗൗതം അവിടെ സ്റ്റാറായി തന്നെ താമസിക്കും. പക്ഷെ അതിനിടക്ക് വസുന്ധരയെ ഒരുപാട് പാഠങ്ങൾ ഗൗതം പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത്. എന്തായാലും ശിവാനിയുടെ നാടകത്തിന് ഇനി അധികമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാ ശിവാനിയുടെ കള്ളത്തരങ്ങളും എല്ലാം പൊളിഞ്ഞു വീഴുന്ന അതും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതിനിടയ്ക്ക് ഇനി നിർമ്മല വന്നാലാണ് അടിപൊളി സീൻ വരുന്നത്. നിർമ്മല വന്ന CKC ആണ് തൻ്റെ അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഗൗതം CKCയോട് പെരുമാറുന്ന ആ പെരുമാറ്റമുണ്ടല്ലോ, അത് ഒന്നൊന്നര തന്നെയാണ് കേട്ടോ.